ഷെയർ മുബാറക്ക് നമ്മൾ കൊണ്ടുവന്ന് വെച്ചതിനേക്കാൾ 1/2 സെൻറ്റിമീറ്ററോളം വലുതായിട്ടുണ്ട്. അത് ആ ഷെയർ മുബാറക്കും അതിന് പുറമെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമിനീര് പുരട്ടിയ മദീനയിൽ നിന്നുള്ള വെള്ളവും അതുപോലെ റൗള ശരീഫിൽ നിന്ന് പഠിച്ചെടുക്കുന്ന പൊടികൾ അതുപോലെ അവിടുത്തെ കൈ കൊണ്ട് കുത്തിയപ്പോൾ ജയറാനത്തിൽ നിന്ന് കൈയിൻ്റെ വിരല് ഭൂമിയിൽ കുത്തിയപ്പോൾ. അസ്സലാമു അലൈക്കും. പ്രിയമുള്ളവരെ, ഷെഹറെ മുബാറക്ക് എന്ന പേരിൽ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പലതവണ മുടിയുമായിട്ട് വരികയും ആ മുടിയുടെ പേര് പറഞ്ഞുകൊണ്ട് ആ മുടി വയ്ക്കുവാൻ വലിയൊരു മസ്ജിദ് വേണമെന്ന് പറഞ്ഞുകൊണ്ട് ആ മുടിയിട്ട വെള്ളത്തിൽ വേറെ എന്തൊക്കെയോ പൊടിയും ഇട്ടുകൊണ്ട് അദ്ദേഹം വിശ്വാസി സമൂഹത്തിൻ്റെ കയ്യിൽ നിന്ന് ഈ വിശ്വാസം, ഈ തബറക്ക് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഈ കാര്യം പറഞ്ഞുകൊണ്ട് ഭീമമായ സംഖ്യ പിരിച്ചെടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് നാനാ ഭാഗത്തു നിന്നും പല കോണുകളിൽ നിന്നും ഷെഹറെ മുബാറക്ക് എന്ന് പറയുന്ന പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് വന്ന ആ ഒരു സാധനത്തിൻ്റെ വിശ്വാസ്യത കൂട്ടത്തിൽ നിന്ന് പോലും ചോദ്യം ചെയ്യപ്പെട്ടപ്പോൾ, കൂട്ടത്തിലുള്ള ആളുകൾ പോലും അത് തള്ളിപ്പറഞ്ഞപ്പോൾ കാന്തപുരത്തിനും കാന്തപുരത്തിൻ്റെ കൂടെയുള്ള ആളുകൾക്കും ഷെഹറെ മുബാറക്ക് എന്നുള്ളത് അവരുടെ ആ ഒരു കൂട്ടത്തിനുള്ളിൽ മാത്രം പറയുന്നൊരു കാര്യമായി മാറിയിരുന്നു. എന്നാൽ ഇപ്പോൾ പുതിയൊരു വാർത്ത, ഇന്നലെയാണ് ഈ വാർത്ത പുറത്തു വന്നിട്ടുള്ളത്. ഞാൻ മറ്റൊരു തിരക്കിലായത് കാരണം എനിക്കിത് കാണാൻ കഴിഞ്ഞില്ല. ഇന്ന് നിരവധി സഹോദരന്മാർ ഈ വീഡിയോ അയച്ചു തന്നിരുന്നു. കണ്ടപ്പോൾ അത്ഭുതം തോന്നി. മറ്റൊന്നുമല്ല, ഇത്രയും നാളും പ്രായവുമായിട്ടും ഇങ്ങനെ പച്ചക്കളവ് പറയുവാൻ ഒരു ഉളുപ്പുമില്ലാത്ത ഒരാളായി മാറിയല്ലോ നിരവധി മുസ്ലിയാക്കന്മാരുടെ ഉസ്താദ് എന്ന് അവകാശപ്പെടുന്ന കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായി. ആ പ്രവാചകർ ഇവിടെ ഉപേക്ഷിച്ചു പോകുന്നത് മുടിയോ നഖമോ അതുപോലെയുള്ള കാര്യങ്ങളല്ല. അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ പരിശുദ്ധ ഖുർആനും സ്വഹീഹായ ഹദീസും ഇവിടെ വിശ്വാസി സമൂഹത്തിന് നൽകിക്കൊണ്ടാണ് ഈ ലോകത്ത് നിന്നും വിട പറഞ്ഞിട്ടുള്ളത്. അതനുസരിച്ച് അതടിസ്ഥാനമാക്കി ജീവിക്കുന്ന നമുക്ക് മറ്റെന്താണ് വേണ്ടത്? ഇനി അദ്ദേഹത്തിന് പ്രവാചകൻ്റെ എന്ന് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കൂട്ടവും വിശ്വസിക്കുന്ന ഒരു മുടി കിട്ടിയെങ്കിൽ ആ മുടി അയാളുടെ കയ്യിൽ വെച്ചിട്ട് അതുകൊണ്ട് അവിടെ ഇരിക്കുക എന്നല്ലാതെ ഈ പൊതുസമൂഹത്തിലേക്ക് നാനാജാതി ജനങ്ങളും ജീവിക്കുന്ന, നാനാത്വത്തിൽ ഏകത്വത്തോടെ നമ്മൾ ജീവിക്കുന്ന, തോളോട് തോൾ ചേർന്ന് സഹോദരങ്ങളായി ജീവിക്കുന്ന ഈ സമൂഹത്തിലേക്ക് ഇസ്ലാമിനെ വളരെ മോശമായിക്കൊണ്ട് ചിത്രീകരിക്കുന്ന വിധത്തിലേക്ക് ഒരു തവണ പിണറായി വിജയനാണെന്ന് തോന്നുന്നു പറഞ്ഞത്, മുടിയാണെങ്കിലും എന്താണെങ്കിലും അത് ബോഡി വേസ്റ്റ് ആണ് എന്നുള്ളത്. പ്രവാചകന്റെ പേര് പറഞ്ഞുകൊണ്ട് എതിർക്കുന്നവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ പ്രവാചകന്റെ മുടിയായാലും നഖമായാലും വേർപ്പായാലും ഇതെല്ലാം ബോഡി വേസ്റ്റ് ആണല്ലോ. അപ്പൊ ആ ബോഡി വേസ്റ്റിനെ പറ്റി ബോഡി വേസ്റ്റ് ആയിട്ടേ കാണാൻ പറ്റൂ. പ്രവാചകനെ പറ്റി പറയുമ്പോൾ ആ ബോഡി വേസ്റ്റ് എടുത്തിട്ടല്ല പറയേണ്ടത്. പ്രവാചകന്റെ വാക്കുകൾക്കാണ് പ്രാധാന്യം. പ്രവാചകന്റെ വാക്കുകൾ അനുസരിക്കാനും നടപ്പിലാക്കാനുമാണ് സാധാരണഗതിയിൽ ശ്രദ്ധിക്കേണ്ടത്. അത് തന്നെയാണോ നടക്കുന്നത് അല്ലേ എന്നുള്ളതിലേക്കൊന്നും ഞാനിപ്പോൾ പോകുന്നില്ല. പക്ഷെ അതിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കോടിക്കണക്കിന് ജനങ്ങളാണ് ഇഷ്ടപ്പെടുന്നത്, സ്നേഹിക്കുന്നത്, അനുധാവനം ചെയ്യാൻ ശ്രമിക്കുന്നത്. ആ പ്രവാചകനെ മറ്റുള്ളവരെ കൊണ്ട് കളിയാക്കിക്കുന്ന രീതിയിൽ, മറ്റുള്ളവരെ കൊണ്ട് കുറ്റം പറയുന്ന ആ ഒരു തലത്തിലേക്ക് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരെ പോലെയുള്ള ഈ ആളുകൾ കൊണ്ടെത്തിക്കുകയാണ്. അതുകൊണ്ട് ഇവർക്ക് സാമ്പത്തിക നേട്ടമല്ലാതെ നാളെ പരലോകത്ത് ഒരു ഗുണവുമില്ല എന്നുള്ളത് മനസ്സിലാക്കുക. കുറച്ചുകൂടി കേൾക്കാം. അത് കഴിഞ്ഞിട്ട് അതിലൊരു കാര്യം പറയാൻ വിട്ടുപോയിട്ടുണ്ട്. ഈ മുടിക്ക് ഒരു സനത് കൊണ്ടുവന്നിരുന്നു. പക്ഷേ അത് സനത ഇരുന്നില്ല. അതൊരു ഏതൊരു കുടുംബത്തിൻ്റെ വാപ്പാൻ്റെ വാപ്പ എന്നുള്ളൊരു സംഭവമായിരുന്നു എന്നുള്ളത് വിശദീകരിക്കപ്പെട്ടാണ്. ആ വീഡിയോ നമുക്ക് ചേർക്കാം. കുറച്ചുകൂടി എന്താണ് ഇദ്ദേഹം പറഞ്ഞതെന്ന് കേൾക്കാം. അവിടെ പൊടിയുടെ കഥ പറയുന്നുണ്ട്. പൊടിയുടെയൊക്കെ വിഷയം നമ്മൾ വ്യക്തമായിക്കൊണ്ട് മുമ്പ് പറഞ്ഞു കഴിഞ്ഞതാണ്. പറയൂ. പൊങ്ങി വന്ന വെള്ളത്തിൽ നിന്ന് അല്പം വെള്ളവും എല്ലാം ചേർത്തുകൊണ്ടുള്ള വെള്ളമാണ് ഇവിടെ
നിങ്ങൾക്ക് തരുന്നത് ആ ഏതോ ഒരു അമ്മൂൻ്റെ മുടി ഇട്ടിട്ട് അതിലേക്ക് എന്തൊക്കെ ചളിയും പൊടിയും മണ്ണൊക്കെ ചേർത്തിട്ട് കലക്കിയിട്ട് ഈ മുടിക്കുട്ടികൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഈ മുടിക്കുട്ടികൾ വീണ്ടും പാക്കല്ല ചെയ്യുക അല്ലേ? അത് മുസ്ലിംകാർക്ക് അറിയാം, അത് കുടിക്കുന്ന മുടിക്കുട്ടികൾക്ക് അറിയില്ല എന്നുള്ളതാണ്. അത് നിങ്ങൾ കൊണ്ടുപോയി നഷ്ടപ്പെടുത്തരുത്, വൃത്തിയില്ലാത്ത സ്ഥലത്തൊന്നും ഒഴിക്കരുത്. വളരെ ബഹുമാനത്തോടു കൂടി അതിനെ സൂക്ഷിക്കണം എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നു. ഇത് ഓർമ്മപ്പെടുത്താൻ തുടങ്ങിയിട്ട് കുറേ കാലമായല്ലോ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് കുറേ കാലമായല്ലോ ഇതുകൊണ്ട് നടക്കുന്നു. നമുക്ക് കാന്തപുരത്തിൻ്റെ കയ്യിലുള്ള വ്യാജ മുടി അത് വ്യാജമുടിയാണ് എന്ന് മർക്കസ് മുൻ അധ്യാപകൻ നമ്മൾ നേരത്തെ കാണിച്ചതാണ്, എങ്കിലും ഒരിക്കൽ കൂടി അന്ന് കാണാം. അത് കഴിഞ്ഞിട്ട് ഒരു കാര്യം കൂടി പറയാനുണ്ട്. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ കാരന്തൂർ മർക്കസിലെ മുൻ അധ്യാപകനാണ് തിരുകേശ സനദുമായി ബന്ധപ്പെട്ട വെളിപ്പെടുത്തലുമായി രംഗത്തെത്തിയത്. 2005 വിശ്വാസ സമൂഹത്തിനു മുന്നിൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ അവതരിപ്പിച്ച മുടി തിരുകേശമല്ലെന്ന് മർക്കസിലെ മുൻ അധ്യാപകൻ മുഹമ്മദ് സഖാഫി മലയമ്മ പറഞ്ഞു. ആ കേശത്തിന്റെ ആധികാരികതയ്ക്ക് വേണ്ടി അവതരിപ്പിച്ച കൈമാറ്റ രേഖ വ്യാജമാണെന്നും സനദ് തയ്യാറാക്കാൻ തന്നോടാണ് ആവശ്യപ്പെട്ടതെന്നും മുഹമ്മദ് സഖാഫി അവകാശപ്പെടുന്നു. കൈവശമുണ്ടായിരുന്ന 2 കേശങ്ങളിലൊന്ന് കാന്തപുരം ഗൾഫിലെ സുഹൃത്തിന് സമ്മാനിച്ചിരുന്നു. ആ സുഹൃത്ത് അഭ്യർത്ഥിച്ചപ്പോഴാണ് സനദിന്റെ ആവശ്യകതയുണ്ടായത്. തുടർന്ന് സനദുണ്ടാക്കാൻ തന്നോട് ആവശ്യപ്പെടുകയായിരുന്നു. ഖാദരി തുരീഖത്തിന്റെ കൈമാറ്റ സമ്മതരേഖയും കൈമാറ്റ പരമ്പര രേഖയും കൂട്ടിച്ചേർത്ത് മുടിയുടെ സനദുണ്ടാക്കാനാണ് ആവശ്യപ്പെട്ടതെന്ന് മുഹമ്മദ് സഖാഫി പറയുന്നു. ആ സർട്ടിഫിക്കറ്റിലുള്ള 6 പേരുടെ പേരും ഈ പറയപ്പെടുന്ന സിൽസിലയും 2 കൂടി കൊളത്തി ടാക്സ് ചെയ്തു. അങ്ങനെയാണ് ഈ പുതിയ സന്നദ്ധ ഉണ്ടായത്. അതാണ് ഈ കോട്ടക്കന്ന് വായിച്ചത്. ഇല്ലാത്തൊരു മുടിയുടെ പേരിൽ ഇല്ലാത്തൊരു സന്നദ്ധ ഉണ്ടാക്കി. എന്നാൽ ഇത് നിരസിച്ചതോടെ മർക്കസ് ലൈബ്രറിയിൽ ജോലി ചെയ്യുന്ന അബ്ദുൾ മജീദ് ബാക്കഫി എന്നയാൾ കൃത്രിമ സനദുണ്ടാക്കിയതായും മുഹമ്മദ് സഖാഫി വെളിപ്പെടുത്തി. മാത്രമല്ല ഇതിൽ എതിർപ്പ് പ്രകടിപ്പിച്ച് കാന്തപുരം വിഭാഗത്തിൽ നിന്ന് പിരിഞ്ഞ് EK സുന്നി വിഭാഗത്തോടൊപ്പം ചേർന്നതായും മുഹമ്മദ് സഖാഫി പറഞ്ഞു. ഏതായാലും തിരുകേശ വിവാദത്തിനു പിന്നാലെ കാന്തപുരത്തിന് ആദ്യം ലഭിച്ച കേശത്തിന്റെ സനദ് കൃത്രിമമാണെന്ന വെളിപ്പെടുത്തലും ഇരു സുന്നി വിഭാഗങ്ങളും തമ്മിലുള്ള തർക്കം കൂടുതൽ രൂക്ഷമാക്കും. ഇതൊക്കെ നമ്മൾ കുറെ കേട്ടതാണ്, പറഞ്ഞതാണ്, വീഡിയോയിലൂടെ തന്നെ പലതവണ മുന്നോട്ട് വെച്ചതാണ്. ഖാദരി ത്വരീഖത്തിന്റെ സനദും കൊടുന്നിട്ട് അത് തിരുകേശത്തിൻ്റെ സനദാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഏതോ ജാലിയൻ വാലയിൽ നിന്ന് ഏതോ ആക്രി കച്ചവടക്കാരിൽ നിന്ന് വാങ്ങിക്കൊടുന്ന മുടിക്കെട്ട്. ഇനി ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇതിപ്പോൾ കുറച്ച് പഴക്കമുണ്ട്. ഇന്ത്യ വിഷൻ എന്ന ചാനൽ നിർത്തുന്നതിന് മുമ്പേ ഉള്ള വീഡിയോ ആണ്. എന്തായാലും കുറച്ച് പഴക്കമുണ്ട്. ഈ പഴക്കം എന്തായാലും നൂറ്റാണ്ടുകളുടെ പഴക്കമില്ല. ഇപ്പോൾ ഈ മുടിക്ക് 1/2 സെൻറ്റിമീറ്റർ, ഈ കുറഞ്ഞ വർഷങ്ങൾ കൊണ്ട് 1/2 സെൻറ്റിമീറ്റർ വ്യത്യാസം, നീളം കൂടുതൽ വന്നു എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഈ മുടി പ്രവാചകൻ്റെ ആയിരുന്നുവെങ്കിൽ എത്ര മീറ്റർ നീളം വരണമായിരുന്നു? കാര്യം 1400 വർഷങ്ങൾ മുമ്പ്, 1500ഓളം വർഷങ്ങൾ മുമ്പ് നടന്ന അല്ലെങ്കിൽ കിട്ടിയ ഒരു മുടിയാണത്. അതിങ്ങനെ വീണ്ടും ഈ മനുഷ്യ സമൂഹത്തിന്, ഈ ആളുകൾക്കിടയിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അപമാനിക്കുന്ന തരത്തിലുള്ള ഇത്തരം പ്രവർത്തികൾ, ഇതുപോലെയുള്ള ആളുകൾ നിർത്തണം. പൊതുസമൂഹം ഇതിനെതിരെ ശക്തമായി തന്നെ പ്രതികരിക്കണം എന്നുള്ളതാണ് പറയുവാനുള്ളത്. പ്രവാചകൻ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ദൂതന്മാരിൽ അവസാനത്തെ പ്രവാചകനാണ്. ആ പ്രവാചകൻ ജിന്നിനും ഹിൻസിനും ലോകത്തുള്ള ആകമാനം ഇനി വരാനുള്ളവർക്ക് എല്ലാവർക്കുമായിട്ട് വന്ന പ്രവാചകനാണ്. ആ പ്രവാചകനെ കരളിൻ്റെ കഷ്ണമായിക്കൊണ്ട് ലോകത്ത് കോടിക്കണക്കിന് ജനങ്ങളാണ് സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നത്, പഠിച്ചുകൊണ്ടിരിക്കുന്നത്, മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ആ പുണ്യപ്രവാചകനെ, മാനവരിൽ മഹോന്നതനായ ആ പ്രവാചകനെ 6-ാം നൂറ്റാണ്ടിലെ അറബികൾ, ഇരുണ്ട കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ആ അറബ് സമൂഹത്തെ കിഴക്കിനെയും പടിഞ്ഞാറിനെയും വെല്ലുവിളിക്കാൻ മാത്രം പ്രാപ്തരാക്കിയ പുണ്യപ്രവാചകനെ ഇനിയും അവഹേളിച്ച് തീർന്നില്ലേ മുസ്ലിയാരെ എന്ന് അദ്ദേഹത്തോട് ചോദിക്കേണ്ടതുണ്ട്. അത് പ്രവാചക സ്നേഹം എന്ന് പറഞ്ഞുകൊണ്ട് റോട്ടിലൂടെ കൂത്താട്ടമാടി നടക്കുന്ന ആളുകൾക്കെല്ലാം ഉണ്ടാവുക പ്രവാചകനോട് തൻ്റെ കരളിൻ്റെ കഷ്ണമാണ് എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ വീഡിയോ അതിൻ്റെ പിന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.